ദശകം 50 വത്സാസുരൻ്റെയും ബകാസുരൻ്റെയും വധം. തരളമധുകൃവൃന്ദേ വൃന്ദാവനേഥ മനോഹരേ പശുപശിശുഭിസാഗം വത്സാനുപാലനലോലുപ അലധരസകോ ദേവ ശ്രീമൻ വിചേരിധാരയൻ ഗവലമുരളീവേത്രം നേത്രാമിരാമതനുദ്യുതി. തരളമധുകൃവൃന്ദേ വൃന്ദാവനേ അഥ മനോഹരേ പശുപശിശുഭിः സാഗം വത്സ അനുപാലനലോലുപഃ ഹലധരസകഃ ദേവ ശ്രീമൻ വിചേരിധാരയൻ ഗവലമുരളീവേത്രം നേത്രാഭിരാമതനുദ്യുതിഃ. തരളമധുകൃവൃന്ദേ വൃന്ദാവനേത മനോഹരേ. തരളമധുകൃവൃന്ദേ, വണ്ടിൻ കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ ശബ്ദമുണ്ടാക്കി നടക്കുന്നതായ മനോഹരേ വൃന്ദാവന, മനോഹരമായ വൃന്ദാവനത്തിൽ പശുപശിശുഭിസാഗം വത്സാനുപാലനലോലുപഃ, പശുപന്മാരുടെ കുട്ടികളോടുകൂടി വത്സാനുപാലനലോലുപഃ, പശുക്കുട്ടികളെ മേയ്ക്കുന്നതിന് താല്പര്യം ഉള്ളവനായിട്ട് ഹലധരസകഃ, ബലഭദ്രരോടുകൂടി ബലരാമനോടുകൂടി അങ്ങ് അല്ലയോ ഗുരുവായൂരപ്പ വിചേരിത അവിടെയൊക്കെ സഞ്ചരിച്ചു. ഈ വൃന്ദാവനത്തിൽ ധാരയൻ എന്തൊക്കെയാണ് ധരിച്ചിരുന്നത്? ഗവലമുരളീവേത്രം, കയ്യിൽ പശുവിനെ നയിക്കുന്ന പശുക്കുട്ടികളെ നയിക്കുന്നതിനായിട്ടുള്ള കൊമ്പ്, ഓടക്കുഴൽ, ഇതിൻ്റെ ചൂരക്കോല് ഒക്കെ കയ്യിൽ കരുതിക്കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. നേത്രാഭിരാമതനുദ്യുതി, നേത്രങ്ങൾക്ക് അഭിരാമമായിരിക്കുന്ന അഴകോട് കൂടിയിരിക്കുന്ന ആ ഭഗവാൻ. അപ്പോൾ ഭഗവാനും ബലഭദ്രനും കൂടി മറ്റുള്ള ഗോപ ബാലന്മാരോട് ചേർന്ന് പശുക്കുട്ടികളെ മേയ്ക്കുന്നതിന് താല്പര്യം ഉള്ളവരായിട്ട് കൊമ്പും ഓടക്കുഴലും ചൂരക്കോലൊക്കെ കരുതിക്കൊണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ ആ കാട്ടിൽ വൃന്ദാവനത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു. പശുക്കളെ ആദ്യം അവരുടെ പശുക്കുട്ടികളെ മേയ്ക്കാനാണ് ഭഗവാൻ ഇറങ്ങുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോൾ പ്രൊമോഷനാവും. അപ്പോൾ പശുക്കളെ മേയ്ക്കാൻ പോകും. അപ്പോൾ കുട്ടിയായതുകൊണ്ട് പശുക്കുട്ടികളെ മേയ്ക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇവിടെ പശുക്കുട്ടികളെ മേയ്ക്കാനായിട്ട് ബലഭദ്രരോടുകൂടി മറ്റുള്ള ഗോപബാലന്മാരെല്ലാവരും ചേർന്ന് അവർ പശുക്കുട്ടികളെ മേയ്ക്കുകയും ചെയ്യും. അവരുടെ കളികളും ഒക്കെ അതിനിടയ്ക്ക് നടക്കും. അപ്പോൾ അതിനിടയിൽ ധാരാളം ലീലകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോരോ വധങ്ങളൊക്കെ വരുന്നുണ്ട്. ഓരോ അസുരന്മാരൊക്കെ വന്നിട്ട് വത്സാസുരൻ, ബകാസുരൻ, അഘാസുരൻ മുതലായവരെയൊക്കെ ഇങ്ങനെ വധിക്കുന്ന രംഗങ്ങളുമൊക്കെ ഈ പശുക്കുട്ടികളെ മേയ്ക്കുന്ന ഈ രംഗത്ത് ഉള്ളത് തന്നെയാണ്. തരളമധുകൃവൃന്ദേ വൃന്ദാവനേഥ മനോഹരേ പശുപശിശുഭിസാഗം വത്സാനുപാലനലോലുപ ഹലധരസകോ ദേവ ശ്രീമൻ വിചേരിധാരയൻ ഗവലമുരളീവേത്രം നേത്രാഭിരാമതനുദ്യുതി. വിഹിതജഗദീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദദതി ചരണദ്വന്ദ്വം വൃന്ദാവനേ ത്വയി പാവനേ കിമിവനബഭൗ സമ്പത് സമ്പൂരിതം തരുവല്ലരീ സലിലധരണീ ഗോത്ര ക്ഷേത്രാധികം കമലാപദേ. വിഹിത ജഗദീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദദതി ചരണദ്വന്ദ്വം വൃന്ദാവനേ ത്വയി പാവനേ കിമിവനബഭൗ സമ്പത് സമ്പൂരിതം തരുവല്ലരീ സലിലധരണീ ഗോത്ര ക്ഷേത്രാധികം കമലാപദേ. വിഹിത ജഗദീരക്ഷം, ഈ ജഗത്തിനെ മുഴുവൻ രക്ഷിക്കുന്നവനായ അങ്ങ് അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ ലക്ഷ്മീകരാംബുജലാളിതം, മഹാലക്ഷ്മിയുടെ കരങ്ങളാകുന്ന താമര പോലെ സുന്ദരമായിരിക്കുന്ന ആ ദേവിയുടെ കരങ്ങളാൽ ലാളിക്കപ്പെടുന്നതായ അങ്ങയുടെ ചരണദ്വന്ദ്വം, അങ്ങയുടെ പാദയുഗ്മങ്ങൾ, അങ്ങയുടെ രണ്ട് കാലുകൾ, അത് വൃന്ദാവനേ ദദതി, ആ വൃന്ദാവനത്തിൽ അർപ്പിക്കപ്പെട്ടപ്പോൾ ത്വയി പാവനെ, അങ്ങയുടേതായ പാവനമായിരിക്കുന്ന ആ തൃക്കാലടികൾ അർപ്പിക്കപ്പെട്ടപ്പോൾ കിമിവ നബഭൗ, അവിടെ എന്തു തന്നെ സംഭവിച്ചില്ല. സമ്പത് സമ്പൂരിതം, അവിടെയെല്ലാം സമ്പത്ത് കൊണ്ട് സമൃദ്ധമായി തീർന്നു. എന്തെല്ലാമാണ്? തരുവല്ലരി സലിലധരണീ ഗോത്ര ക്ഷേത്രാധികം, അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ, വള്ളികൾ, ആ മണ്ണും മലയും വയലും എല്ലാം സമ്പത്ത് കൊണ്ട് നിറഞ്ഞവയായി തീർന്നു. തന്നെയുമല്ല
ഏതേത് സമ്പത്തിനെയാണ് ആ പ്രദേശം നേടാതിരുന്നത്? കാരണം ഭഗവാന്റെ പാദങ്ങളെ സേവിക്കുന്ന ലക്ഷ്മി ദേവി സ്വയം അവിടെ എത്തുകയാണ് ഭഗവാന്റെ പാദങ്ങളോടൊപ്പം. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടായാൽ പിന്നെ ആ പ്രദേശത്ത് എന്ത് ഐശ്വര്യമാണ് ഉണ്ടാകാത്തത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ മേൽപ്പത്തൂരും ചോദിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നതായ ഭഗവാന്റെ പാദപത്മങ്ങൾ ഈ വൃന്ദാവനത്തിൽ പതിഞ്ഞപ്പോൾ അവിടെ ആ പാദങ്ങളിൽ ആളിക്കുന്നതായ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ഉണ്ടായതുകൊണ്ട് ആ പ്രദേശം മുഴുവൻ വളരെ സമ്പത്തുള്ളതായിട്ട് എല്ലാ വൃക്ഷങ്ങളും ലതകളും വള്ളികളുമൊക്കെ അവയുടെ കായ്കനികളൊക്കെ നിറഞ്ഞവയായി തീർന്ന് സമൃദ്ധമായി ഭവിച്ചു എന്നാണ്. വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദദതി ചരണദ്വന്ദ്വം വൃന്ദാവനേ ത്വയി പാവനേ കിമുവനപബൗ സമ്പത് സമ്പൂരിതം തരുവല്ലരി സലിലധരണി ഗോത്രക്ഷേത്രാധികം കമലാപദേ വിലസതുലഭേ കാന്താരാന്തേ സമീരണ ശീതളേ വിപുലയമുനാതീരേ ഗോവർദ്ധനാചലമൂർധസു ലളിത മുരളീനാഥ സഞ്ചാരയൻ ഖലു വാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതിം ത്വമുദൈക്ഷതാ വിലസദുലഭേ കാന്താരാന്തേ സമീരണ ശീതളേ വിപുല യമുനാതീരേ ഗോവർദ്ധന അചലമൂർധസു ലളിത മുരളീനാഥ സഞ്ചാരയൻ ഖലു വാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതിം ത്വം ഉദൈക്ഷതാഹ. വിലസദുലഭേ കാന്താരാന്തേ, ധാരാളം പുല്ലുകളുള്ളതും സമൃദ്ധമായിരിക്കുന്ന ആ കാന്താരത്തിൻ്റെ അന്തേ ഉള്ളിൽ കാട്ടിൻ്റെ അകത്ത് സമീരണ ശീതളേ, വളരെ സുഖകരമായിരിക്കുന്ന കുളിർകാറ്റ് വീശുന്നതായ ആ കാട്ടിൽ ഗോവർദ്ധനാചലമൂർധസു വിപുല യമുനാ തീരെ, വളരെ പരന്നു കിടക്കുന്ന യമുനാ തീരത്തും ഗോവർദ്ധന അചലമൂർധസു, ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ഉന്നതങ്ങളിലും അതിൻ്റെ മുകൾ തട്ടുകളിലും ഒക്കെ ലളിത മുരളീനാഥ സഞ്ചാരയൻ ഖലു വാത്സകം, അവിടെ ഇരുന്ന് മനോഹരമായിട്ട് ഭഗവാൻ ഓടക്കുഴൽ ഊതിക്കൊണ്ട് അതിലൂടെ ഈ പൈക്കുട്ടികളെയൊക്കെ നയിക്കുന്നവനായിട്ട് നടക്കുന്ന ആ സമയത്ത് ക്വചന ദിവസേ, അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ദൈത്യം വത്സാകൃതി, ഒരു വത്സത്തിൻ്റെ ഒരു പൈക്കുട്ടിയുടെ രൂപത്തിൽ വന്ന ഒരു അസുരൻ, വത്സാസുരൻ, ത്വം ഉദൈക്ഷതാഹ, ആ അസുരൻ ഭഗവാനെ കണ്ടെത്തി. അപ്പോൾ സാധാരണഗതിയിൽ എല്ലാവർക്കും കണ്ടെത്താൻ പറ്റുന്ന ആളല്ല ഭഗവാൻ, അല്ലേ? ഭക്തിയോടുകൂടി സമീപിക്കുന്ന മുനിവൃന്ദങ്ങൾക്ക് പോലും കണ്ടെത്തുവാൻ ദുസ്സാധ്യമാണ് ഭഗവാന്റെ രൂപം. അങ്ങനെയുള്ള ആ രൂപത്തെ കണ്ടെത്തുവാനായിട്ട് ഈ വത്സാസുരന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അയാൾക്ക് എന്തോ ഒരു ജന്മാർജിതമായ സുഹൃതവും കൂടിയുണ്ട്. കേവലം അസുരനാണ് എന്നത് ശരി തന്നെയെങ്കിലും അങ്ങനെയുള്ളവർക്കും ഭഗവാനെ ദർശിക്കാനായിട്ടൊരു ഭാഗ്യം ലഭിക്കണമെങ്കിൽ ജന്മാർജിതമായ സുഹൃതം ഉണ്ടാവുക തന്നെ വേണം. അപ്പോൾ ഇയാൾക്കും ഈ വത്സാസുരനും ഇങ്ങനെ ദ്വേഷഭാവത്തിലാണ് ഭഗവാനോട് അടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ പോലും അയാൾക്കും ഭഗവാന്റെ ദർശനം കിട്ടി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വളരെയധികം സമൃദ്ധമായിരിക്കുന്ന പുല്ലുകളുള്ളതും കുളിർക്കാറ്റ് ഉള്ളതും ഒക്കെയായ ആ കാട്ടിനകത്ത് വളരെ വിശാലമായിരിക്കുന്ന യമുനാ നദിയുടെ തീരത്തും ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ഉന്നതങ്ങളായ പ്രദേശങ്ങളിലുമൊക്കെ ഈ പൈക്കുട്ടികളെയൊക്കെ മേച്ച് ഭഗവാൻ നടക്കുന്നു. അവരെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ഓടക്കുഴലൊക്കെ ഊതുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ഒരു പശുക്കുട്ടിയുടെ വേഷത്തിൽ വന്ന ഒരു അസുരൻ ഭഗവാനെ കാണാൻ ഇടയായത്. വിലസതുലഭേ കാന്താരാന്തേ സമീരണ ശീതളേ വിപുല യമുനാ തീരെ ഗോവർദ്ധനാചലമൂർധസു ലളിത മുരളീനാഥ സഞ്ചാരയൻ ഖലു വാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതിം ത്വമുദൈക്ഷതാ രഭസവിചലത്പുച്ഛം വിച്ഛായതോസ്യ വിലോകയൻ കിമപി വലിതസ്കന്ധം രന്ധ്രപ്രതീക്ഷമുദീക്ഷിതം തമദചരണേ ബിഭ്രദ്വിഭ്രാമയൻ മുഹുരുച്ചകൈ കുഹചന മഹാവൃക്ഷേ ചിക്ഷേപിതക്ഷത ജീവിതം രഭസ വിചലത്പുച്ഛം വിച്ഛായതഃ അസ്യ വിലോകയൻ കിമപി വലിതസ്കന്ധം
രന്ധ്രപ്രതീക്ഷം ഉദീക്ഷിതം തമത ചരണേ ബിഭ്രത് വിഭ്രാമയൻ മുഹു ഉച്ചകൈഃ കുഹജന മഹാവൃക്ഷേ ചിക്ഷേപിത ക്ഷതജീവിതം. രഭസ വിചലത്പുച്ഛം. ഈ വത്സാസുരൻ ഇങ്ങനെ ഒരു പശുക്കുട്ടിയുടെ വേഷത്തിൽ വന്നിട്ട് അത് വളരെ ശക്തിയായിട്ട് അതിൻ്റെ വാലിട്ട് കുലുക്കുന്നുണ്ട്. എന്നിട്ട് വിച്ഛായത അസ്യ വിലോകയൻ, ഇങ്ങനെ ഇയാൾ ശക്തിയായിട്ട് വാലിളക്കൊണ്ട് നടക്കുന്ന ഇവനെ കണ്ടപ്പോൾ കിമപി വലുതസ്കന്ധം രന്ധ്രപ്രതീക്ഷമുദീക്ഷിതം, ഇയാൾ വേറൊന്നുകൂടി ചെയ്യുന്നുണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് കഴുത്ത് ഇങ്ങനെ പുറകോട്ട് തിരിച്ചിട്ട് ഒരു അവസരം നോക്കുന്നുണ്ട് ഭഗവാന്റെ അടുത്തേക്ക്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു പ്രതീക്ഷയിലാണ് അവനാ നോക്കുന്നത്. ആ ഒരു പ്രത്യേകതരം നോട്ടമെല്ലാം കണ്ടിട്ട് വിലോകയൻ അത് കണ്ടിട്ട് തം അവനെ അധ ചരണേ ബിഭ്രത്, അവൻ്റെ കാലിൽ കടന്നു പിടിച്ചു ഭഗവാൻ. എന്നിട്ട് വിഭ്രാമയൻ മുഹു ഉച്ചകൈഹി, ഇവനായിട്ട് വട്ടം ചുഴറ്റി. ഈ പശുവിൻ്റെ അകത്തുള്ള അസുരനെ ഇങ്ങനെ വട്ടം ചുഴറ്റി. എന്നിട്ട് കുഹജന മഹാവൃക്ഷ, ഒരു വലിയ വൃക്ഷത്തിലേക്ക് ചിക്ഷേപിത എറിഞ്ഞു. ക്ഷതജീവിതം, അവൻ്റെ ജീവൻ പോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ എടുത്ത് ഒറ്റ ഏറ് കൊടുത്തു. അപ്പോൾ ഈ വത്സാസുരൻ ഒരു പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്നിട്ട് അത് ഭയങ്കരമായിട്ട് വാലെല്ലാം ഇളക്കിക്കൊണ്ട് ഇങ്ങനെ ഭഗവാനെ നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മൃഗം അതിൻ്റെ വാലിളക്കൊണ്ട് ഒരിടത്തേക്ക് ദൃഷ്ടി ഉറപ്പിക്കുകയാണെങ്കിൽ കരുതിക്കൊള്ളണം, അത് ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു നോട്ടവും അതിൻ്റെ കഴുത്ത് തിരിച്ചുള്ള ആ ചലനവും എല്ലാം കണ്ട ഭഗവാൻ ഉടനെ തന്നെ അവൻ്റെ കാലുകളിൽ കടന്നു പിടിച്ചു, പിൻകാലിൽ കടന്നു പിടിച്ചിട്ട് നല്ല ശക്തിയായിട്ട് അങ്ങോട്ട് കറക്കി ചുഴറ്റിവനെ. അത് കഴിഞ്ഞ് ജീവൻ പോയപ്പോൾ ഒരു വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് എടുത്ത് ഒറ്റ ഏറ് കൊടുത്തു. രഭസവിചലത്പുച്ഛം വിച്ഛായദോസ്യ വിലോകയൻ കിമപി വലിതസ്കന്ധം രന്ധ്രപ്രതീക്ഷമുദീക്ഷിതം തമതചരണേ ബിഭ്രത് വിഭ്രാമയൻ മുഹുരുച്ചകൈ മുഹജന മഹാവൃക്ഷേ ചിക്ഷേപിതക്ഷത ജീവിതം നിപതതി മഹാദൈത്യേ ജാത്യാ ദുരാത്മനി തക്ഷണം നിപതനജവക്ഷുണ്ണക്ഷോണീരുഹക്ഷതകാനനെ ദിവി പരിമിളത് വൃന്ദാരകാകുസുമോത്കരൈ ശിരസി ഭവദോ ഹർഷാത് വർഷന്തി നാമ തദാഹരേ. നിപതതി മഹാദൈത്യേ ജാത്യാ ദുരാത്മനി തക്ഷണം നിപതനജവക്ഷുണ്ണക്ഷോണീരുഹക്ഷതകാനനെ ദിവി പരിമിളത് വൃന്ദാരകാ കുസുമോത്കരൈ ശിരസി ഭവതഃ ഹർഷാത് വർഷന്തി നാമ തദാഹരേ. നിപതതി മഹാദൈത്യേ, ഇങ്ങനെ ചുഴറ്റി ജീവൻ പോയപ്പോൾ എടുത്ത് വലിച്ചെറിഞ്ഞു ഭഗവാൻ. ആ വലിച്ചെറിഞ്ഞ വലിയ ശരീരം ഇങ്ങനെ വീഴുന്ന സമയത്ത് ജാത്യാ ദുരാത്മനി, ജന്മനാ തന്നെ ദുരാത്മാവായിരിക്കുന്ന ഈ വത്സാസുരൻ്റെ ശരീരം ഇങ്ങനെ പതിക്കുന്ന സമയത്ത് തക്ഷണം നിപതനജവക്ഷുണ്ണക്ഷോണീരുഹക്ഷതകാനനെ, ആ കാട്ടിൽ ഏതേത് വൃക്ഷങ്ങളിലോ വള്ളികളിലോ ഒക്കെ ഈ ശരീരം പതിച്ചുവോ അതെല്ലാം തവിട് പൊടിയായിട്ട് എല്ലാം ഒടിഞ്ഞ് താഴേക്ക് വീഴുന്നു. അത്രയ്ക്ക് ഭയങ്കരമായ ശരീരമാണ് താഴേക്ക് വീഴുന്നത്. അത് കണ്ടപ്പോൾ ദിവി പരിമിള വൃന്ദാരകാഹ കുസുമോത്കരൈഹി, വളരെ സന്തുഷ്ടരായ ദേവഗണങ്ങളെല്ലാം ആകാശദേശത്ത് നിന്നിട്ട് പുഷ്പവൃഷ്ടി നടത്തി. ശിരസി ഭവതഃ, ഭഗവാന്റെ ശിരസിലേക്ക് പുഷ്പവൃഷ്ടി നടത്തി. എന്തുകൊണ്ടാണ് പുഷ്പവൃഷ്ടി നടത്തി? ഹർഷാത്, വളരെ സന്തോഷരായിട്ടാണ് ആ ദേവവൃന്ദങ്ങൾ ഭഗവാന്റെ ശിരസിലേക്ക് പുഷ്പങ്ങൾ വർഷിച്ചത്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ചുഴറ്റി ജീവൻ നഷ്ടപ്പെട്ട ആ വത്സാസുരനെ ദൂരെ ഒരു മരത്തിലേക്ക് എറിഞ്ഞപ്പോൾ ആ ചത്തുകിടക്കുന്ന അല്ലെങ്കിൽ ചത്തുപോയ ആ ശരീരത്തിൽ പതിക്കുന്നത് നിമിത്തമായിട്ട് ഓരോരോ വൃക്ഷങ്ങളൊക്കെ കടപുഴകി വീണ് അങ്ങനെ ഈ വത്സാസുരൻ വധിക്കപ്പെട്ടത് കണ്ട ദേവഗണങ്ങളൊക്കെ ആകാശദേശത്ത് നിന്നിട്ട് ഭഗവാന്റെ ശിരസിലേക്ക് വളരെ സന്തോഷത്തോടെ പുഷ്പവൃഷ്ടിയെ ചെയ്തു എന്നാണ് പറയുന്നത്. നിപതതി മഹാദൈത്യേ ജാത്യാദുരാത്മനി തക്ഷണം നിപതനജവക്ഷുണ്ണക്ഷോണീരുഹക്ഷതകാനനെ ദിവി പരിമിളവൃന്ദാരകാകുസുമോത്കരൈ ശിരസി ഭവദോ ഹർഷാത് വർഷന്തി നാമ തദാഹരേ. സുരഭിലതമാമൂർധന്യൂർധ്വം കുതഃ കുസുമാവലി നിപതതി തവേത്യുക്തോ ബാലൈ സഹേലമുദൈരയ
ജഡിതനജക്ഷേപേണോർധ്വം ഗതസ്തരുമണ്ഡലാത് കുസുമനികരസോയം നൂനം സമേതി ശനൈരിതി സുരബിലതമാമൂർധനി ഊർധ്വം കുതഃ കുസുമാവലി നിപതതി തവ ഇതി ഉക്തഃ ബാലൈഃ സഹേലം ഉദൈരയഃ ജഡിതി ധനുജക്ഷേപേണ ഊർധ്വം ഗതഃ തരുമണ്ഡലാത് കുസുമനികരഃ സഹ അയം നൂനം സമേതി ശനൈഃ ഇതി സുരഭിലതമാമൂർധനി ഊർധ്വം കുതഃ കുസുമാവലി നിപതതി. സുരഭിലതമ വളരെ വിശേഷപ്പെട്ട ഗന്ധത്തോടു കൂടിയ പുഷ്പങ്ങൾ ആ മൂർധനി ഭഗവാന്റെ മൂർധാവിലേക്ക് ഊർധ്വം മുകളിൽ നിന്ന് വന്ന് വീഴുകയാണ്. അപ്പോൾ കുതഃ കുസുമാവലി നിപതതി, ഈ പൂക്കൾ എവിടെ നിന്നാണ് വീഴുന്നത് എന്ന് തവ അങ്ങയുടെ ശിരസിലേക്ക് ഇങ്ങനെ പൂക്കൾ എവിടെ നിന്നാണ് വീഴുന്നത് എന്ന് ഉക്തഃ ബാലൈഹി, ആ ബാലന്മാരൊക്കെ ചോദിച്ചു, കൂട്ടുകാരൊക്കെ ചോദിച്ചു. അപ്പോൾ ഭഗവാൻ തമാശയായിട്ട് അവരോട് സഹേലം ഉദൈരയഃ, വളരെ തമാശയായിട്ട് ഭഗവാൻ പറഞ്ഞു, ജഡിതി ധനുജക്ഷേപേണ, വളരെ പെട്ടെന്ന് ഈ ധനുജനെ, ഈ അസുരനെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഊർധ്വം ഗതഃ തരുമണ്ഡലാത്, ചില വൃക്ഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പൂക്കൾ കുസുമനികരഃ, പൂക്കളുടെ കൂട്ടങ്ങളൊക്കെ മുകളിലേക്ക് പൊങ്ങിപ്പോയി. എന്നിട്ട് സഹ അയം നൂനം സമേതി ശനൈഃ ഇതി, അത് തന്നെയാണ് ഈ താഴേക്ക് വന്ന് പതിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വത്സാസുരൻ്റെ ശരീരത്തെ ചുഴറ്റി ഇങ്ങനെ എറിഞ്ഞല്ലോ ശക്തമായിട്ട്. അപ്പോൾ അത് മരങ്ങൾ ചെന്ന് തട്ടി അതിലുണ്ടായിരുന്ന പൂക്കളൊക്കെ മുകളിലേക്ക് പോയി ആ പൂക്കളെ വന്ന് വീഴുന്നത് എന്ന് തമാശയായിട്ട് ഭഗവാൻ മറ്റുള്ള കുട്ടികളോട് പറഞ്ഞു. അല്ലാതെ ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തിയതാണ് ഇത് എന്ന് ഭഗവാൻ പറയുന്നില്ല. കാരണം അപ്പം ഭഗവാന്റെ മാഹാത്മ്യത്തെ അവിടെ സ്വയം വെളിവാക്കുകയല്ല ചെയ്യുന്നത്. ഭഗവാൻ ഒരു ലീലകളിലും തൻ്റെ മാഹാത്മ്യം മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ആർക്കെങ്കിലും ചെറുതൊക്കെ മനസ്സിലാകുന്നുവെങ്കിൽ അവരുടെ ആ ഭഗവാനോടുള്ള ഉപാസനയുടെ വൈഭവം കൊണ്ട് മനസ്സിലാകുന്നതാണ്. ഇപ്പോൾ ഭക്തന്മാരായ മുനിമാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം അത്രയേറെ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചതാണ് അവരുടെ രീതി അങ്ങനെയാണ്, ഭക്തിയുടെ രീതി അങ്ങനെയാണ്. പക്ഷേ അത്ര തന്നെ ഭക്തിയില്ലാത്ത ആളുകൾക്ക് ഇതൊന്നും കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ഒട്ടും ഭക്തിയില്ലാത്തവർക്ക് ഇത് എന്താണോ, അതൊക്കെ കാറ്റ് വന്നപ്പോൾ വീണായിരിക്കും എന്നേ പറയുള്ളൂ അല്ലേ. അങ്ങനെയുള്ള ആൾക്കാർ ധാരാളം നമുക്കിടയിലുണ്ട് അല്ലേ. എന്തു പറഞ്ഞാലും അവർക്ക് അതിൻ്റെ ഒരു വിപരീതമായ അർത്ഥത്തെ ഗ്രഹിച്ചെടുക്കാനായിട്ട് വളരെ പ്രാവീണ്യമുള്ളവരാണ്. എന്നാൽ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്, അതിൻ്റെ തത്വത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണെന്നുള്ള മനസ്സിലാക്കാനായിട്ട് ആളുകൾക്ക് ബുദ്ധി വളരെ കുറവ് തന്നെയാണ്. എന്നാൽ അത് പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നതുമില്ല, വളരെ കഷ്ടം എന്നല്ല എന്ത് പറയാം അല്ലേ. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഈ വത്സാസുരനെ എടുത്ത് ചുഴറ്റി എറിയുന്ന സമയത്ത് ആ ശരീരം ചെന്ന് ഓരോരോ വൃക്ഷങ്ങളിൽ പതിച്ചിട്ട് അതിലുണ്ടായിരുന്ന പൂക്കൾ മുകളിലേക്ക് പോയിട്ട് അത് വന്ന് വീഴുന്നതാണെന്ന് തമാശയായിട്ട് ഭഗവാൻ മറ്റുള്ളവരോട് പറഞ്ഞു എന്നാണ്. സുരഭിലതമാമൂർധൻ ഊർധ്വം കുത കുസുമാവലി നിപതതി തവേത്യുക്തോ ബാലൈ സഹേലമുദൈരയ ജഡിതനിജക്ഷേപേണോർധ്വം ഗതസ്തരുമണ്ഡലാത് കുസുമനികരസോയം നൂനം സമേതി ശനൈരിതി ക്വചന ദിവസേ ഭൂയോ ഭൂയസ്തരേ പരുഷാതപേ തപനതനയാ പാദഃ പാദും ഗതാ ഭവദാദയ ചലിതഗരുദം പ്രേക്ഷാമാസുർഭഗം ഖലു വിസ്മൃതം ക്ഷിതിതരഗരുശ്ചേദേ കൈലാസശൈലമിവാപരം ക്വചന ദിവസേ ഭൂയഃ ഭൂയസ്തരേ പരുഷാതപേ തപനതനയാ പാദഃ പാദും ഗതാ ഭവദാദയഃ ചലിതഗരുദം പ്രേക്ഷാം ആസുർഭഗം ഖലു വിസ്മൃതം ക്ഷിതിതരഗരുശ്ചേദേ കൈലാസശൈലം ഇവ അപരം. ക്വചന ദിവസേ ഭൂയഃ, പിന്നെയും ഒരു ദിവസം, ഭൂയസ്തരേ പരുഷാതപേ, ഭയങ്കരമായ ചൂടുള്ള ദിവസം വേനൽക്കാലത്ത്, തപനതനയാപാദ പാദും ഗതാ ഭവദാദയഃ, വളരെ ദാഹമുള്ളതായി ഭവിച്ചപ്പോൾ ഭഗവാനും കൂട്ടുകാരൊക്കെ കൂടി വെള്ളം കുടിക്കാനായിട്ട് കാളിന്തിയിലേക്ക് ചെന്നു. അപ്പോൾ ചലിതഗരുദം പ്രേക്ഷാമാസുർഭഗം ഖലു വിസ്മൃതം ചലിതഗരുദം പ്രേക്ഷാമാസുഹു, അത് ഒരു പക്ഷി ഇരിക്കുന്നു, വലിയൊരു പക്ഷി, അതിൻ്റെ ചിറകുകളിങ്ങനെ വിരിച്ച് ഇരിക്കുകയാണ്. അത് കാട്ടിങ്ങനെ ഇരിക്കുന്ന ആ കൊക്ക്
എങ്ങനെ ഇരിക്കുന്ന കൊക്കായിരുന്നു എന്നാണ് പിന്നെ പറയുന്നത്. ഖലു വിസ്മൃതം ക്ഷിതിതരഗതിരുച്ഛേദേ കൈലാസശൈലമിവാപരം. പണ്ട് എല്ലാ പർവ്വതങ്ങളുടെയും ചിറക് ചന്ദ്രഹാസം കൊണ്ട് ദേവേന്ദ്രൻ മുറിച്ച് കളഞ്ഞിരുന്നു. ആ സമയത്ത് മഹാദേവൻ ഇരിക്കുന്നതായ കൈലാസശൈലത്തെ മാത്രം അതിൻ്റെ ചിറക് മുറിച്ചില്ല. അപ്പോൾ എല്ലാ പർവ്വതങ്ങളുടെയും ചിറക് മുറിച്ച കൂട്ടത്തിൽ മറന്നുപോയ കൈലാസശൈലം എന്നതുപോലെ 2 ചിറകുകളോടുകൂടിയിരിക്കുന്ന ഈ ഒരു കൊക്ക് അവിടെ കാണാറായി. പണ്ട് എല്ലാ പർവ്വതങ്ങളും പറന്നു കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ദേവേന്ദ്രന് തോന്നി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, പർവ്വതങ്ങളൊക്കെ എവിടെയൊക്കെ ഒരിടത്ത് ഇരിക്കുകയല്ലേ വേണ്ടത്, ഇങ്ങനെ പറന്നു കിടന്നാൽ അങ്ങനെ ശരിയാവുക. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ തൻ്റെ ചന്ദ്രഹാസം എന്ന് പറയുന്ന ആ ആയുധം ഉപയോഗിച്ചിട്ട് എല്ലാ പർവ്വതങ്ങളും ചിറകരിഞ്ഞു കളഞ്ഞു. ആ കൂട്ടത്തിൽ മഹാദേവൻ ഇരിക്കുന്നത് കൊണ്ട് കൈലാസ പർവ്വതത്തിൻ്റെ മാത്രം ചിറകരിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ കൈലാസശൈലം എങ്ങനെ വിട്ടുപോയോ അതുപോലെ ഒരു പക്ഷെ മറന്നുപോയതായിരിക്കാം ഈ ഒരു ബകാസുരൻ്റെ ചിറക് മുറിക്കാനായിട്ട് ദേവേന്ദ്രൻ എന്ന് കരുതി അപ്രകാരമുള്ള ഒരു ഭയങ്കരമായ ചിറകോട് കൂടിയിരിക്കുന്ന ഒരു കൊക്കിനെ കണ്ടു എന്നാണ് പറയുന്നത്. ക്വചന ദിവസേ ഭൂയോ ഭൂയസ്തരേ പരുഷാതപേ തപനതനയാ പാതും ഗദാ ഭവദാദയാ ചലിതഗരുദം പ്രേക്ഷാമാസുർഭഗം ഖലു വിസ്മൃതം ക്ഷിതിതരഗരുശ്ചേദേ കൈലാസശൈലമിവാപരം. പിബതി സലിലം ഗോപവ്രാതേ ഭവന്തമഭിദ്രുത സകില നിഖിലന്നഗ്നി പ്രഖ്യം പുനർദ്രുതമുദ്വമൻ ദലൈതുമഗാത്രോട്യാ കോട്യാ തഥാ ശുഭവാൻ വിഭോ ഖലജനബിദാ ചുഞ്ചുശ്ചഞ്ചു പ്രഗൃഹ്യദാരദം. പിബതി സലീലം ഗോപവ്രാതേ ഭവന്തം അഭിദ്രുത സകില നിഖിലൻ അഗ്നിപ്രഖ്യം പുനഃ ദ്രുതം ഉദ്വമൻ ദലൈതുമഗാത്രോട്യാ കോട്യാ തദാശു ഭവാൻ വിഭോ ഖലജനപിതാ ചുഞ്ചുശ്ചഞ്ചു പ്രഗൃഹ്യ ദദാരഥം. പിബതി സലീലം ഗോപവ്രാതേ. അപ്പോൾ കാളിന്തിയിലേക്ക് ഇറങ്ങിയ ഈ ഗോപന്മാരുടെ കൂട്ടങ്ങളെല്ലാം ചെന്നിട്ട് സലിലം പിബതി വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സമയത്ത് ഭവന്തം അഭിദ്രുത സഹ ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നു അവൻ, ഈ ബകാസുരൻ. എന്ത് ചെയ്തു വന്നിട്ട് നിഖിലൻ അഗ്നിപ്രഖ്യം പുനഃ ദ്രുതമുദ്വമൻ. ഭഗവാനെ അങ്ങോട്ട് കൊത്തിയെടുത്തു. പാഞ്ഞു വന്ന ബകാസുരൻ ഭഗവാനെ കൊത്തിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ആ കൊക്കിനുള്ളിലിരുന്നിട്ട് ഭഗവാനെ അങ്ങോട്ട് തീ പോലെ ചുടുന്നതായിട്ട് തോന്നി ബകാസുരന്. എന്നിട്ട് എന്ത് ചെയ്തു? പുനഃ ദ്രുതമുദ്വമൻ, പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കക്കിയിട്ടു. കാരണം അകത്ത് നമ്മളിപ്പോൾ ചൂടുള്ള എന്തെങ്കിലും വസ്തുക്കൾ എടുത്ത് വായിൽ വെച്ച് പെട്ടെന്ന് കക്കിക്കളയില്ലേ, നമ്മൾ ആ ചൂട് സഹിക്കാനാവാതെയായിട്ട്. അതുപോലെ ഭഗവാൻ തൻ്റെ ചൂടങ്ങോട് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ സഹിക്കാനാവാതെ വന്ന ബകാസുരൻ ഭഗവാനെ പുറത്തേക്ക് ഛർദ്ദിച്ചിട്ടു, അല്ലെങ്കിൽ കക്കിയിട്ടു. അപ്പോൾ ദലൈതുമകാ ത്രോട്യാ കോട്യാ തദാശുഭവാൻ വിഭോ. അവൻ്റെ മൂർച്ചയുള്ള ആ കൊക്കിൻ തലപ്പുകൊണ്ട് ഇങ്ങനെ കൊത്തിക്കീറുവാൻ വീണ്ടും അടുത്തു വന്നപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഖലജനപിത, ദുഷ്ടജനങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് വളരെ പ്രാപ്തിയുള്ളവനായ അങ്ങ് ചുഞ്ചുശ്ചഞ്ചു പ്രഗൃഹ്യ ദദാരഥം, പെട്ടെന്ന് കടന്ന് പിടിച്ചിട്ട് ആ കൊക്കുകളെ ഇങ്ങനെ രണ്ടായിട്ട് പിളർന്ന് അവനെ കൊന്നു. അപ്പോൾ ഈ ഗോപന്മാരും ഭഗവാനും ഒക്കെ ഇങ്ങനെ ദാഹം മൂത്ത് കാളിന്തിലേക്ക് വെള്ളം കുടിക്കാനായിട്ട് ചെല്ലുന്ന ആ സമയം നോക്കി നിന്ന ബകാസുരൻ പാഞ്ഞു വന്ന് ഭഗവാനെ കൊത്തിയെടുത്ത് തൻ്റെ വായ്ക്കുള്ളിലാക്കിയിരിക്കുന്ന ആ ഭഗവാൻ തൻ്റെ ചൂട് അസഹനീയമായി തോന്നിയപ്പോൾ ബകാസുരൻ ഭഗവാനെ കക്കി പുറത്തേക്കിട്ടു. വീണ്ടും ഭഗവാനെ കൊല്ലണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ആഞ്ഞു കൊത്താനായിട്ട് അടുത്ത സമയത്ത് ഭഗവാൻ ആ 2 കൊക്കുകളിലേക്ക് കടന്നു പിടിച്ചിട്ട് അവനെ വലിച്ചു കീറി രണ്ടായിട്ട് 2 കഷ്ണമാക്കി കൊന്നു. പിബതി സലീലം ഗോപവ്രാതേ ഭവന്തമഭിദ്രുത സകില നിഖിലന്നഗ്നി പ്രഖ്യം പുനർദ്രുതമുദ്വമൻ തലയിതുമഗാത്രോട്യാ കോട്യാ തദാശു ഭവാൻ വിഭോ ഖലജനപിതാ ചുഞ്ചുശ്ചഞ്ചു പ്രഗൃഹ്യ ദദാരഥം.
സപദി സഹജാം സന്ദ്രഷ്ടും വാമൃതാം ഖലു പൂതനാം അനുജമകമപ്യഗ്രേ ഗത്വാ പ്രതീക്ഷിതുമേവ വാ ശമനനിലയം യാതേ തസ്മിൻ ഭഗേ സുമനോഗണേ കിരതി സുമനോ വൃന്ദം വൃന്ദാവനാത് ഗൃഹമയ്യതാ സപദി സഹജാം സന്ദ്രഷ്ടും വാമൃതാം ഖലു പൂതനാം അനുജം അഖം അപി അഗ്രേ ഗത്വാ പ്രതീക്ഷിതും ഏവ വാ ശമനനിലയം യാതേ തസ്മിൻ ഭഗേ സുമനോഗണേ കിരതി സുമനോ വൃന്ദം വൃന്ദാവനാത് ഗൃഹം അയ്യതാഹ സപദി സഹജാം സന്ദ്രഷ്ടും വാമൃതാം ഖലു പൂതനാം സപദി പെട്ടെന്ന് തന്നെ സഹജാം തൻ്റെ സഹജയായിരിക്കുന്ന ജ്യേഷ്ഠതയായിരിക്കുന്ന മൃതാം ഖലു പൂതനാം സന്ദ്രഷ്ടും മരിച്ചുപോയ ആ പൂതനയെ പെട്ടെന്ന് ചെന്ന് കാണുന്നതിന് വേണ്ടിയാണോ അതോ അനുജം അഖമപി അഗ്രേഗത്വ പ്രതീക്ഷിതമേവ വാ ഇനി കുറച്ച് കഴിയുമ്പോൾ അഖൻ എന്ന് പറയുന്ന അനുജൻ ഈ ബകാസുരൻ്റെ അനുജൻ വധിക്കപ്പെടും. അപ്പോൾ അയാൾ വരുന്നതിന് മുമ്പ് യമപുരിയിൽ ചെന്നിട്ട് അയാളെ പ്രതീക്ഷിക്കുന്നതിനാണോ ആദ്യം പോയ പൂതനയെ പെട്ടെന്ന് ചെന്ന് കാണുന്നതിന് വേണ്ടിയാണോ അതോ ഇനി കൊല്ലപ്പെടാനിരിക്കുന്ന അഘാസുരനെ അയാളുടെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് മുമ്പേ പോയി യമപുരിയിൽ നിൽക്കുന്നതിന് വേണ്ടിയാണോ ഈ ബകാസുരൻ അങ്ങോട്ട് പോയത്, അതായത് ബകാസുരൻ ചത്തത്? അപ്പോൾ ശമനനിലയം യാതേ തസ്മിൻ ബഗേ ഇപ്രകാരം യമപുരയിലേക്ക് എത്തിച്ചേർന്ന ആ ബകാസുരൻ ഇങ്ങനെ പൂതനയെ കാണുന്നതിന് വേണ്ടിയായിട്ടാണോ അതോ ഇനി വരാനിരിക്കുന്ന അഘാസുരന് വേണ്ടി പ്രതീക്ഷിക്കുന്നതിന് വേണ്ടിയാണോ ബകാസുരൻ യമപുരിയിലേക്ക് പോയി ചത്തുപോയി? അപ്പോൾ എന്താ സംഭവിച്ചത്? സുമനോഗണേ കിരതി സുമനോ വൃന്ദം ദേവഗണങ്ങളൊക്കെ പുഷ്പവൃഷ്ടി നടത്തിയ ഭഗവാന്റെ മേൽക്ക് വൃന്ദാവനാത് ഗൃഹം അയ്യതാഹ. അത് കഴിഞ്ഞിട്ട് ഈ കാട്ടിൽ നിന്ന് ഇവർ തിരികെ ഗൃഹത്തിലേക്ക് പോയി, അവരുടെ വീട്ടിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബകാസുരൻ ഇങ്ങനെ കൊല്ലപ്പെട്ടപ്പോൾ കവിയുടെ ഉപമയാണ് ഇവിടെ. തനിക്ക് മുൻപേ യമപുരിയിലേക്ക് പോയ പൂതനെ കാണുന്നതിന് വേണ്ടിയിട്ടാണോ അതോ തനിക്ക് ശേഷം ഇനി കൊല്ലപ്പെടാനിരിക്കുന്ന അഘാസുരനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ നിൽക്കാം മുംബൈ ചെന്ന് എന്ന് കരുതിയിട്ടാണോ ഈ ബകാസുരൻ ചത്തുപോയപ്പോൾ ആ ബകാസുരൻ്റെ വധത്തിൽ സന്തുഷ്ടരായ ദേവഗണങ്ങളൊക്കെ ഭഗവാന്റെ മേൽ പുഷ്പവൃഷ്ടി നടത്തി. ഭഗവാൻ ആ ഗോപകുമാരന്മാരോട് കൂടി പൈക്കുട്ടികളോടുകൂടി തിരികെ വീട്ടിലേക്ക് പോയി. സപദി സഹജാം സന്ദ്രഷ്ടും വാമൃതാം ഖലു പൂതനാം അനുജമകമപ്യഗ്രേ ഗത്വാ പ്രതീക്ഷിതുമേവ വാ ശമനനിലയം യാതേ തസ്മിൻ ഭഗേ സുമനോഗണേ കിരതി സുമനോ വൃന്ദം വൃന്ദാവനാത് ഗൃഹമയ്യതാ ലളിതമുരളീനാദം ദൂരാത് നിശമ്യവദൂജനൈ ത്വരിതമുപഗമ്യാരാധാരൂഢമോദമുദീക്ഷിത ജനിതജനനീ നന്ദാനന്ദസമീരണ മന്ദിര പ്രതിതവസദേ ശൗരേ ദൂരീകുരുശ്രമ മാമയ ലളിതമുരളീനാദം ദൂരാത് നിശമ്യ വധൂജനൈ ത്വരിതം ഉപഗമ്യ ആരൂഢമോദം ഉദീക്ഷിത ജനിതജനനീ നന്ദാനന്ദ സമീരണമന്ദിര പ്രതിതവസദേ ശൗരേ ദൂരീകുരുശ്വ മമ ആമയാൻ. ലളിത മുരളീനാദം, വളരെ മനോഹരമായിരിക്കുന്ന ഭഗവാന്റെ വേണുനാദം കേട്ടിട്ട് ദൂരാത് നിശമ്യ, വളരെ ദൂരെ വെച്ച് തന്നെ കേട്ടു ഗോപസ്ത്രീകൾ, വധൂജനൈഹി ഗോപസ്ത്രീകൾ. അപ്പോൾ ത്വരിതം വളരെ പെട്ടെന്ന് തന്നെ ഉപഗമ്യ ഓടി അണഞ്ഞിട്ട് ഓടി വന്നിട്ട് ആരൂഢമോദമുദീക്ഷിത, വളരെ സന്തോഷ പാരവശ്യത്തോടുകൂടി ഇങ്ങനെ ഭഗവാനെ നോക്കി കാണുന്നു ഗോപസ്ത്രീകൾ. ജനിത ജനനീ നന്ദാനന്ദ സമീരണ മന്ദിര പ്രതിതവസതേ. ജനിത ജനനീ നന്ദാനന്ദ, തൻ്റെ അമ്മയ്ക്കും അച്ഛനുമൊക്കെ ആനന്ദം പകരുന്നവനായ അല്ലയോ സമീരണ മന്ദിര പ്രതിതവസതേ. ഈ ഗുരുവായൂർ അമ്പലത്തിൽ പ്രസിദ്ധ പെറ്റ് വാണരുന്ന അല്ലയോ ഗുരുവായൂരപ്പ, ശൗരേ, ആ ശൂരസേന രാജാവിൻ്റെ പൗത്രനായിരിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ, ദൂരീകുരുഷ്വ മമ ആമയാൻ, എൻ്റെ ആമയങ്ങളെ രോഗങ്ങളെയൊക്കെ ദൂരീകുരുഷ്വ, ദൂരത്ത് അകറ്റിത്തരേണേ, എല്ലാം മാറ്റിത്തരേണേ ഭഗവാനെ എന്ന്. ഇപ്പോൾ ഭഗവാൻ ഇങ്ങനെ
ഗോപകുമാരന്മാരും പൈക്കുട്ടികളും ഒക്കെയായിട്ട് കാട്ടിലൊക്കെ മേഞ്ഞ് നടന്നിട്ട് രാവിലെ പോയതാണ്. തിരികെ വൈകുന്നേരമാണ് എത്തുന്നത്. അപ്പോൾ അത്രയും സമയം ഭഗവാനെ കാണാൻ കഴിയാതിരുന്ന ഗോപസ്ത്രീകൾ ഭഗവാനെ കാണുന്നതിനായിട്ട് വളരെ ദൂരത്ത് നിന്ന് ഭഗവാന്റെ വേണുഗാനം കേട്ടപ്പോൾ എല്ലാവരും ഓടി അടുത്ത് വന്നിട്ട് ഭഗവാനെ നോക്കി സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ തൻ്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാം വളരെയധികം സന്തോഷം പകർന്നു കൊടുക്കുന്നവനായ അല്ലയോ ഗുരുവായൂരമ്പലത്തിൽ വളരുന്ന ഗുരുവായൂരപ്പ, എൻ്റെ രോഗങ്ങളെയൊക്കെ മാറ്റിത്തരണേ എന്ന് മേൽപ്പത്ത്. ലളിതമുരളീനാദം ദൂരാഗ്നിശമ്യവദൂജനൈ ത്വരിതമുപഗമ്യാരാധാരൂഢമോദമുദീക്ഷിത ജനിത ജനനീ നന്ദാനന്ദ സമീരണ മന്ദിര പ്രതിത വസതേ ശൗരേ ദൂരീകുരുഷ്വ മമാമയാൻ